ഹായ്, വെൽക്കം ടു സി സൈബർ ക്യാമ്പസ്. ഞാൻ അതുല്യ. അപ്പോൾ എല്ലാവരും ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും നമ്മുടെ പ്രൊഫൈല് മറ്റുള്ള പ്രൊഫൈലിൽ നിന്നും വ്യത്യസ്തമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ജോലി ഉറപ്പായും കിട്ടുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ടോ, നമ്മളൊരു സോഫ്റ്റ്വെയർ ജോലിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിങ്ങളുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പ്രൊഫൈല് ഒന്ന് അപ്പാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 7 കോഡിംഗ് സ്കില്ല് ഇതുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ഒന്നും കൂടെ മികച്ചതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ ഹൈ ഡിമാൻഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്കറിയാം ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ? C++, ജാവ, പൈത്തൺ. ഇതിലേത് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ നല്ല പ്രൊഫിഷ്യൻ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ ലാംഗ്വേജിൽ തറോ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പൈത്തൺ പഠിക്കുകയാണെങ്കിൽ ഈ പൈത്തണുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. നമ്മളൊരു ലാംഗ്വേജ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലാംഗ്വേജിൽ നിങ്ങൾ എത്രത്തോളം പ്രൊഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവർ ഏറ്റവും അധികം നോക്കുന്നത്. രണ്ടാമതായി വരുന്നത് പ്രോബ്ലം സോൾവിങ് വിത്ത് അൽഗോരിതംസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചർ. ഏതൊരു കമ്പനിയും നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ക്ലയൻറ്റ് ഒരു റിക്വയർമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അതായത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. മൂന്നാമതായി പറയുന്നത് വെബ് ഡെവലപ്മെൻറ്റ് സ്കിൽസ്. അറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു ഫീൽഡാണ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. വെബ് ഡെവലപ്മെൻറ്റിന് നമുക്ക് ഒരുപാട് ഫേസുകളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ, ഫുൾ സ്റ്റാക്ക് എന്നുള്ളത്. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡാറ്റാബേസും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്കിൽ. അതൊരു വ്യത്യസ്തമാർന്ന സ്കിൽ തന്നെയാണ്. അതിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. അതായത് നമുക്ക് നല്ല ഫങ്ഷനാലിറ്റീസ് ആവശ്യമുണ്ട്. സോ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മളൊരു വെബ് ഡെവലപ്പർ ആവുകയുള്ളൂ. സോ നമുക്ക് എത്രത്തോളം വെബ് ഡെവലപ്മെൻറ്റ് സ്കിൽ ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആൻഡ് SQL. നമുക്കറിയാം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഡാറ്റാസ് എങ്ങനെ കൊടുക്കാം, അതിൽ ഡാറ്റ എങ്ങനെ മോഡിഫൈ ചെയ്യാം, ഇതിലൊക്കെ ഒരു പ്രത്യേക സ്കില്ല് തന്നെ വേണം. നമുക്ക് SQL ക്വറീസ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അഞ്ചാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് വിത്ത് ക്ലൗഡ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം ഇപ്പോൾ നമ്മളൊന്നും സ്റ്റോർ ചെയ്യുന്നത് പെൻ ഡ്രൈവിലോ ഡിസ്കിലോ ഒന്നും അല്ല അല്ലേ? നമ്മുടെ ഡാറ്റാസ് ഒക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലൗഡിലാണ്. അപ്പം നമ്മുടെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലേസ് ചെയ്യുകയും എവിടെയാണ്? ക്ലൗഡ്, AWS ക്ലൗഡ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പുതിയ രീതിയിൽ വരുന്ന ടെക്നോളജീസ് എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏതൊരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവിടെ വരുന്ന പുതിയൊരു ഫ്രഷർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ പുതിയൊരു എംപ്ലോയി എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളും എപ്പോഴും എന്തായിരിക്കണം? അപ്ഡേറ്റഡ് തന്നെ ആയിരിക്കണം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സൈബർ സെക്യൂരിറ്റി അവയർനെസ്. നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, നമ്മൾ വെബ്സൈറ്റ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും അതിലൊരു സൈബർ അറ്റാക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ വൾണറബിലിറ്റീസ് എത്രത്തോളം ഉണ്ടോ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് എല്ലാ ടൂൾസും അറിയണമെന്നില്ല, പക്ഷെ ഒരു ജനറൽ അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി അവയർനെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് 7 പോയിന്റ് വേർഷൻ കൺട്രോൾ വിത്ത് ജിറ്റ്. ഗിറ്റ്ഹബിനെ കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിനൊക്കെ നമ്മൾ ഗിറ്റ്ഹബിൽ ഇട്ടിട്ടാണ് നമ്മളത് മറ്റുള്ളവരിലേക്ക് വേൾഡ് വൈഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ ഈ ഗിറ്റ്ഹബിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ആഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക തന്നെ വേണം.
അപ്പം മെയിനായിട്ട് വേണ്ട ഒരു 7 സ്കില്ലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിലാണോ നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്നത് ആ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കാരണം ഏതൊരു കമ്പനിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 7 സ്കില്ലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലൈഡ് മാറിയിട്ട് അവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ വന്നു അല്ലേ. സൈബർ ക്യാമ്പസിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. LPSA, UPSA അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമുകൾക്ക് ഏറ്റവും അധികം റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ വിജയദശമിക്ക് ഒരു വലിയൊരു ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. LP, UP, കേട്ടറ്റ് എക്സാമുകൾക്ക് 50% ഓഫറോട് കൂടി നിങ്ങൾക്കിനി സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് മറ്റു കോഴ്സുകൾക്കും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സുകളുടെ ഓഫർ അറിയേണ്ട ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 977828269292 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ LP, UP എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അതുപോലെ തന്നെ കേട്ടറ്റുകൾ ട്രൈ ചെയ്യുന്നവരായിരിക്കും. അവർക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് വീഡിയോസ് മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക്